ഹായ് ആൾ, PSC അവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മുൻപ് ചെയ്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിലേറ്റഡ് ഫാക്ട്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്ത്? അതിൻ്റെ ആൻസർ വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നമാമി ഗംഗയാണ്. അപ്പോൾ നമാമി ഗംഗയെക്കുറിച്ച് കൂടുതൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. നമാമി ഗംഗാ പദ്ധതി നമ്മുടെ ദേശീയ നദിയായ ഗംഗയിലെ മലിനീകരണം ഫലപ്രദമായി കുറയ്ക്കുക, പിന്നെ നദിയുടെ പുനരുജ്ജീവനം എന്നിവ ലക്ഷ്യം വെച്ചിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് എന്ത്? നമാമി ഗംഗാ പദ്ധതി. അപ്പോൾ എന്തൊക്കെയാണ് ലക്ഷ്യം? നമ്മുടെ ദേശീയ നദിയായ ഗംഗയിലെ മലിനീകരണം ഫലപ്രദമായി കുറയ്ക്കുക, നദിയുടെ പുനരുജ്ജീവനം എന്നീ ലക്ഷ്യങ്ങളോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് നമാമി ഗംഗാ പദ്ധതി. അപ്പോൾ ഇത് ആരംഭിച്ചത് 2014 ജൂണിലാണ്. 2014 ജൂണിൽ ഭാരത സർക്കാർ അംഗീകരിച്ച ഒരു സംയോജിത സംരക്ഷണ ദൗത്യമാണ് നമാമി ഗംഗാ പദ്ധതി. 2014 ജൂണിൽ ഭാരത സർക്കാർ അംഗീകരിച്ച ഒരു സംയോജിത സംരക്ഷണ ദൗത്യമാണ് നമാമി ഗംഗാ പദ്ധതി. നമാമി ഗംഗാ പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. നമാമി ഗംഗാ പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അപ്പോൾ അടുത്ത പോയിന്റ്, നമാമി ഗംഗാ പദ്ധതി പ്രകാരം ഉത്തർപ്രദേശിലെ 5 ഗ്രാമങ്ങൾ ദത്തെടുത്ത ഇന്ത്യയിലെ IIT ആണ് IIT കാൺപൂർ. നമാമി ഗംഗാ പദ്ധതി പ്രകാരം ഉത്തർപ്രദേശിലെ 5 ഗ്രാമങ്ങൾ ദത്തെടുത്ത ഇന്ത്യയിലെ IIT ആണ് IIT കാൺപൂർ. അടുത്ത ചോദ്യം, 2021 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലമാണ് യുണൈറ്റഡ് കിങ്ഡം ആണ് ആൻസർ വരുന്നത്. അപ്പോൾ 2021 COP26 നടന്നത് യുണൈറ്റഡ് കിങ്ഡത്തിലെ ഗ്ലാസ്ഗോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അടുത്തത് 2022 COP27 കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP27 നടന്നത് ഈജിപ്തിൽ വെച്ചിട്ടാണ്. സ്ഥലപ്പേര് ഷാർം ഇ ഷെയ്ഖ് എന്നാണ്. കൺട്രി പഠിച്ചു വെച്ചാൽ മതി. ഈജിപ്തിൽ വെച്ചിട്ടാണ് നടന്നത്. അടുത്തത് 2023 COP28 നടന്നത് UAE ദുബായിൽ വെച്ചിട്ടാണ് നടന്നത്. ദുബായിൽ വെച്ചിട്ടാണ് 2023 നടന്നത് COP28. 2024 COP29 നടന്നത് അസർബൈജാനിലെ ബാക്കു എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. 2025 COP30 നടന്നത് ബ്രസീലിലെ ബെലം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തൊട്ട് ഒന്നുകൂടെ വേദികൾ, 2021 COP26 വേദി UK യുണൈറ്റഡ് കിങ്ഡം ഗ്ലാസ്ഗോയിൽ വെച്ചിട്ട്, 2022 COP27 വേദി ഈജിപ്തിലാണ്, ഷാർം ഇ ഷെയ്ഖ് എന്ന സ്ഥലത്തിൻ്റെ പേര്. 2023 COP28 വേദി UAE ദുബായിൽ വെച്ചിട്ടാണ്. 2024 COP29 വേദി അസർബൈജാൻ ബാക്കുവിൽ വെച്ചിട്ടാണ്. 2025 ഇനി നടക്കാൻ പോകുന്നത് COP13 ആണ്. COP13 നടക്കാൻ പോകുന്ന സ്ഥലം ബ്രസീലില് ബെലേം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ്. 2022 ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ഏത് ഇന്ത്യൻ സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്? കൂഴങ്ങൽ എന്ന സിനിമയ്ക്കാണ്. കൂഴങ്ങൽ സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? PS വിനോദ് രാജാണ് കൂഴങ്ങൽ സിനിമ സംവിധാനം ചെയ്തത്. അടുത്ത ചോദ്യം, 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആരാണ്? പോൾ സക്കറയ്ക്കാണ് ലഭിച്ചത്. 2019 ലഭിച്ചത് പോൾ സക്കറയ്ക്കാണ്. 2018 ലഭിച്ചത് ആർക്കാണ്? മുകുന്ദനാണ് 2018 ലഭിച്ചത്. ഈ വള്ളത്തോൾ പുരസ്കാരം ആദ്യമായിട്ട് നൽകി തുടങ്ങിയത് 1991 ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ്? പാലാ നാരായണൻ നായർക്കാണ്. 1991 ആദ്യമായിട്ട് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത്. ഇനി ആദ്യമായിട്ടൊരു വനിതയ്ക്ക് ലഭിക്കുന്നത് 1993 ആരാണ്? ബാലാമണിയമ്മയ്ക്കാണ് ലഭിക്കുന്നത്. ബാലാമണിയമ്മയുടെ കൂടെ 1993 വൈക്കം മുഹമ്മദ് ബഷീറിനും ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ വള്ളത്തോൾ പുരസ്കാര തുകയാണ് 1,11,111 രൂപയാണ് വള്ളത്തോൾ പുരസ്കാര തുക. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പ്രശസ്തി പത്രവും നൽകും.
അപ്പോൾ ഒന്നുകൂടെ പറയാം, 2019 വള്ളത്തോൾ പുരസ്കാരം പോൾ സെക്കറയ്ക്കാണ്. 2019 കേട്ടോ ലാസ്റ്റ് വള്ളത്തോൾ പുരസ്കാരം നൽകിയത്. 2018 എം മുകുന്ദനായിരുന്നു. 1991 ഇത് നൽകി തുടങ്ങിയത്. 91 ലഭിച്ചത് ആർക്കാണ്? പാലാ നാരായണൻ നാർക്കാണ്. 1993 ആദ്യമായിട്ടൊരു വനിതയ്ക്ക് ലഭിക്കുന്നത്. അത് ബാലാമണ്യമ്മയ്ക്കാണ്. 1993 ബാലാമണ്യമ്മയുടെ കൂടെ ലഭിച്ചതാണ് ആർക്ക്? വൈക്കം മുഹമ്മദ് ബഷീറിന്. ഇതിൻ്റെ സമ്മാനം എന്താണ്? 1,11,111 രൂപയും പ്രശസ്തി പത്രവുമാണ് ഇതിൻ്റെ പുരസ്കാരം. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 2021-22 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, നിർമ്മലാ സീതാരാമനാണ്. അപ്പം നിർമ്മലാ സീതാരാമന് ഇപ്പോൾ എന്താണ് ധനകാര്യം മാത്രമല്ല കോർപ്പറേറ്റ് കാര്യം കൂടി ഉണ്ട് കേട്ടോ. കോർപ്പറേറ്റ് കാര്യം കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട് നിർമ്മലാ സീതാരാമൻ. പീയൂഷ് ഗോയൽ എന്തൊക്കെ? വാണിജ്യവും വ്യവസായവും കൈകാര്യം ചെയ്യുന്നുണ്ട്. വാണിജ്യം വ്യവസായവും കൈകാര്യം ചെയ്യുന്നുണ്ട് ആര്? പീയൂഷ് ഗോയൽ. 2021-22 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച നിർമ്മലാ സീതാരാമനാണ്. നിർമ്മലാ സീതാരാമൻ ധനകാര്യവും കോർപ്പറേറ്റ് കാര്യവും വകുപ്പും കൈകാര്യം ചെയ്യുന്നുണ്ട്. പീയൂഷ് ഗോയൽ ഇപ്പോൾ വാണിജ്യവും വ്യവസായവും കൈകാര്യം ചെയ്യുന്നുണ്ട്. അടുത്ത ചോദ്യമാണ്, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനമാണ് AN 225 മരിയ. അടുത്ത ചോദ്യം, 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ മലയാളി. ആൻസർ വരുന്നത് PR ശ്രീജേഷാണ്. അപ്പോൾ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതിയാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. കായിക രംഗത്തെ നേട്ടങ്ങളെ അംഗീകരിക്കുന്നതിനായി കായിക മന്ത്രാലയം വർഷം തോറും നൽകി വരുന്ന പുരസ്കാരമാണ് ഏത്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. ഇത് 1992 മുതൽ 2021 വരെ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോഴാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. നിലവിൽ ഇതിൻ്റെ സമ്മാനത്തുക 25 ലക്ഷം രൂപയാണ്. നിലവിൽ ഇതിൻ്റെ സമ്മാനത്തുക എത്രയാണ്? 25 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇത് 1991-92 ഫസ്റ്റ് ലഭിച്ചത് ആർക്കാണ്? ചെസ് കളിക്കാരനായ വിശ്വനാഥൻ ആനന്ദിനാണ്. അപ്പോൾ 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയത് PR ശ്രീജേഷാണ്. അടുത്ത ചോദ്യം, നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ ആരാണെന്നാണ്. ആൻസർ വരുന്നത് AN ഷംസീറാണ്. നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? AN ഷംസീറാണ്. അപ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട വകുപ്പുകളും അവ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരെയും കുറിച്ചൊന്ന് പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ആഭ്യന്തരം, പൊതുഭരണം, വിജിലൻസ്, ജയില്, ന്യൂനപക്ഷ ക്ഷേമം, അഖിലേന്ത്യാ സർവീസുകൾ. അങ്ങനെ കുറച്ചധികം വകുപ്പുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ടവയാണ് ആഭ്യന്തരം, പൊതുഭരണം, വിജിലൻസ്, ജയില്, ന്യൂനപക്ഷ ക്ഷേമം, അങ്ങനെ എക്സെട്ര. അടുത്തതാണ് കെ രാജൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ലാൻഡ് റവന്യൂ, പിന്നെ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ്, ഭൂപരിഷ്കരണം, ഭവനമൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? കെ രാജനാണ്. അടുത്ത ആള് റോഷി അഗസ്റ്റിനാണ്. കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ജലവിതരണം, ഭൂഗർഭജലം, പിന്നെ ശുചീകരണം, അങ്ങനെ കുറച്ച് വകുപ്പുകൾ. റോഷി അഗസ്റ്റിനാണ് ജലവിതരണം, ഭൂഗർഭജലം, പിന്നെ കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് എന്ന വകുപ്പും കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ആളാണ് കെ കൃഷ്ണൻകുട്ടി. കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് വൈദ്യുതി അനേർട്ടും കൈകാര്യം ചെയ്യുന്നത് കെ കൃഷ്ണൻകുട്ടിയാണ്. അടുത്ത മന്ത്രി AK ശശീന്ദ്രൻ. കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് വനം വന്യജീവി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? AK ശശീന്ദ്രനാണ്. അടുത്ത മന്ത്രിയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി. കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു ആർക്കൈവ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി. ഒന്നുകൂടെ പറയാം, മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയ വകുപ്പുകളാണ് ആഭ്യന്തരം, പൊതുഭരണം, വിജിലൻസ്, ജയില്, ന്യൂനപക്ഷ ക്ഷേമം ഒക്കെ. അടുത്തത് കെ രാജനാണ്. ലാൻഡ് റവന്യൂ ആണ് കൈകാര്യം ചെയ്യുന്നത്. റോഷി അഗസ്റ്റിൻ അടുത്ത ആള്. ജലവിതരണം, ജലവിഭവം, ഭൂഗർഭജലം ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? റോഷി അഗസ്റ്റിനാണ്. അടുത്തത് ശ്രീ കെ കൃഷ്ണൻകുട്ടിയാണ്. കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് വൈദ്യുതിയും അനേർട്ടും.
പിന്നെ അടുത്ത ആളാണ് AK ശശീന്ദ്രൻ. കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ വനം വന്യജീവി വകുപ്പ്. അടുത്ത ആളാണ് ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി. കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു ആർക്കൈവ്സ്. അടുത്ത ആളാണ് KB ഗണേഷ് കുമാർ. കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഗതാഗതം. KB ഗണേഷ് കുമാർ കൈകാര്യം ചെയ്യുന്നത് ഗതാഗതമാണ്. അടുത്തത് V അബ്ദുറഹ്മാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് സ്പോർട്സ്, വഖഫ്, ഹജ്ജ്, റെയിൽവേ, ന്യൂനപക്ഷ ക്ഷേമം. ശ്രീ V അബ്ദുറഹ്മാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് സ്പോർട്സ്, വഖഫ്, ഹജ്ജ്, തീർത്ഥാടനം, പിന്നെ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഉണ്ട്, റെയിൽവേ ഉണ്ട്, ന്യൂനപക്ഷ ക്ഷേമം ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? V അബ്ദുറഹ്മാനാണ്. അടുത്ത ആളാണ് GR അനിൽ. കൈകാര്യം ചെയ്യുന്നത് ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി ഒക്കെ കൈകാര്യം ചെയ്യുന്നത് GR അനിലാണ്. ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, പിന്നെ ലീഗൽ മെട്രോളജി ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? GR അനിലാണ്. അടുത്ത മന്ത്രിയാണ് KN ബാലഗോപാൽ. KN ബാലഗോപാലിൻ്റെ വകുപ്പ് ധനകാര്യ വകുപ്പാണ്. ധനകാര്യം കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ശ്രീ KN ബാലഗോപാലാണ്. അടുത്ത മന്ത്രിയാണ് ഡോക്ടർ R ബിന്ദു. അദ്ദേഹത്തിൻ്റെ വകുപ്പാണ് ഉന്നത വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമവും ഉന്നത വിദ്യാഭ്യാസവും കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഡോക്ടർ R ബിന്ദു ആണ്. ഒന്നുകൂടെ പറയാം. KB ഗണേഷ് കുമാർ ഗതാഗതമാണ്. V അബ്ദുറഹ്മാൻ സ്പോർട്സ്, വഖഫ്, ഹജ്ജ്, റെയിൽവേ, ന്യൂനപക്ഷ ക്ഷേമം. അടുത്തത് GR അനിലാണ്. ഭക്ഷ്യ, സിവിൽ സപ്ലൈ, ഉപഭോക്തൃകാര്യമൊക്കെ കൈകാര്യം ചെയ്യുന്നത് GR അനിലാണ്. അടുത്തത് ശ്രീ KN ബാലഗോപാലാണ്. ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഡോക്ടർ R ബിന്ദു കൈകാര്യം ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസവും സാമൂഹ്യക്ഷേമവുമാണ്. അടുത്തത് J ചിഞ്ചുറാണി. കൈകാര്യം ചെയ്യുന്നത് ഏതൊക്കെ വകുപ്പുകളാണ്? മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ക്ഷീരസഹകരണ സ്ഥാപനങ്ങൾ, മൃഗശാലകൾ, കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ശ്രീമതി J ചിഞ്ചുറാണിയാണ്. മൃഗസംരക്ഷണം, ക്ഷീരവികസനം ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? J ചിഞ്ചുറാണി. അടുത്തതാണ് MP രാജേഷ്. കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് തദ്ദേശ സ്വയംഭരണം, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഗ്രാമവികസനം, പാർലമെൻ്ററി കാര്യം, കില, പിന്നെ ടൗൺ പ്ലാനിങ്, പ്രാദേശിക വികസന അതോറിറ്റികൾ, കില, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? MP രാജേഷാണ്. ഒന്നുകൂടെ പറയാം. പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഗ്രാമവികസനം, പാർലമെൻ്ററി കാര്യം, കില, ടൗൺ പ്ലാനിങ് ഒക്കെ എക്സൈസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ശ്രീ MP രാജേഷാണ്. അടുത്ത മന്ത്രിയാണ് PA മുഹമ്മദ് റിയാസ്. PA മുഹമ്മദ് റിയാസിൻ്റെ വകുപ്പുകളാണ് ടൂറിസവും പൊതുമരാമത്തും കൈകാര്യം ചെയ്യുന്നത് PA മുഹമ്മദ് റിയാസാണ്. അടുത്ത ആളാണ് P പ്രസാദ്. വകുപ്പുകളാണ് കൃഷി, മണ്ണ് സർവേ, മണ്ണ് സംരക്ഷണം, പിന്നെ കേരള കാർഷിക സർവകലാശാല, വെയർ ഹൗസിംഗ് കോർപ്പറേഷനൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? P പ്രസാദാണ്. ഇമ്പോർട്ടൻ്റ് ആയതാണ് കൃഷി, മണ്ണ് സംരക്ഷണം ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ശ്രീ P പ്രസാദാണ്. അടുത്ത ആളാണ് OR കേളു. പുതിയതായിട്ട് വന്ന മന്ത്രിയാണ് കേട്ടോ. OR കേളു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമം കൈകാര്യം ചെയ്യുന്നതാണ് OR കേളു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമം കൈകാര്യം ചെയ്യുന്നതാണ് OR കേളു. അടുത്ത ആളാണ് P രാജീവ്. ശ്രീ P രാജീവിൻ്റെ വകുപ്പുകളാണ് നിയമം, വ്യവസായം, വാണിജ്യം. പിന്നുള്ള വകുപ്പുകളാണ് ഖനനം, ജിയോളജി, കൈത്തറി, തുണിത്തരങ്ങൾ, ഖാദി, ഗ്രാമ വ്യവസായങ്ങൾ, കയർ, കശുവണ്ടി വ്യവസായം, പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ശ്രീ P രാജീവാണ്. P രാജീവിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ വകുപ്പുകളാണ് നിയമം, വ്യവസായം, വാണിജ്യം എക്സെട്ര. ഒക്കെ കൈത്തറി ഒക്കെ അതിൽപ്പെടും. പിന്നെ അടുത്ത മന്ത്രിയാണ് V ശിവൻകുട്ടി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് പൊതുവിദ്യാഭ്യാസവും തൊഴിൽ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? ശ്രീ V ശിവൻകുട്ടിയാണ്. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. ഡോക്ടർ R ബിന്ദു ഉന്നത വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം. അടുത്തത് J ചിഞ്ചുറാണി മൃഗസംരക്ഷണം, ക്ഷീരവികസനം. അടുത്തത് MP രാജേഷ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഗ്രാമവികസനം, പാർലമെൻ്ററി കാര്യം, കീലയൊക്കെ കൈകാര്യം ചെയ്യുന്നത് MP രാജേഷാണ്. അടുത്ത ആളാണ് PA മുഹമ്മദ് റിയാസ് ടൂറിസവും പൊതുമരാമത്തും. അടുത്ത ആളാണ് P പ്രസാദ് കൃഷിയും മണ്ണ് സംരക്ഷണവും കൈകാര്യം ചെയ്യുന്നു. അടുത്ത ആളാണ് OR കേളു പട്ടികജാതി പട്ടികവർഗ
വർഗ പിന്നോക്ക ക്ഷേമം കൈകാര്യം ചെയ്യുന്നത് OR. അടുത്ത ആളാണ് വി ശിവൻകുട്ടി കൈകാര്യം ചെയ്യുന്നത് പൊതുവിദ്യാഭ്യാസം തൊഴിലാണ്. അടുത്ത ആളാണ് വി എൻ വാസവൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് സഹകരണ വകുപ്പ്, തുറമുഖങ്ങൾ, ദേവസ്വം. വി എൻ വാസവൻ സഹകരണം, തുറമുഖം, ദേവസ്വം കൈകാര്യം ചെയ്യുന്നു. അടുത്ത വകുപ്പാണ് സജി ചെറിയൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഫിഷറീസ്, യുവജനകാര്യം. സജി ചെറിയൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഫിഷറീസ്, യുവജനകാര്യം. അദ്ദേഹത്തിൻ്റെ പിന്നുള്ള വകുപ്പുകളാണ് ഹാർബർ എഞ്ചിനീയറിംഗ്, ഫിഷറീസ് സർവകലാശാല, യുവജനകാര്യം പറഞ്ഞു. പിന്നെ സാംസ്കാരികം, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തകരുടെ ക്ഷേമനിധി ബോർഡ് എന്നിവയ്ക്ക് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? സജി ചെറിയാനാണ്. മെയിനായിട്ടുള്ളതാണ് ഫിഷറീസ്, യുവജനകാര്യം, പിന്നെ സാംസ്കാരിക വകുപ്പുകൾ. പിന്നെ അടുത്ത ആളാണ് വീണ ജോർജ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരോഗ്യം ഒന്നുണ്ട്, പിന്നെ വനിതാ ശിശു വികസനം. ആരോഗ്യവും വനിതാ ശിശു വികസനവും കൈകാര്യം ചെയ്യുന്നത് ആരാണ്? വീണ ജോർജാണ്. ഒന്നുകൂടെ ഒന്ന് വായിക്കാം. OR കേളു കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഏതൊക്കെ? പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമം. കൈകാര്യം ചെയ്യുന്നത് ആരാണ്? OR കേളുവാണ്. അടുത്ത ആളാണ് ശ്രീ P രാജീവ്. കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് നിയമം, വ്യവസായം, സഹകരണങ്ങൾ, പിന്നെ വാണിജ്യം, ഖനനം, ജിയോളജി, കൈത്തറി, തുണിത്തരങ്ങൾ, ഖാദി ഗ്രാമ വ്യവസായങ്ങൾ, കയറ്, കശുവണ്ടി വ്യവസായം, പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആരാണ്? ശ്രീ P രാജീവാണ്. അടുത്ത ആളാണ് ശ്രീ വി ശിവൻകുട്ടി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് പൊതുവിദ്യാഭ്യാസവും തൊഴിലും. പിന്നെ അടുത്ത ആളാണ് ശ്രീ VN വാസവൻ. കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് സഹകരണ വകുപ്പ്, തുറമുഖങ്ങൾ, ദേവസ്വം. അടുത്ത ആളാണ് ശ്രീ സജി ചെറിയാൻ. അദ്ദേഹത്തിൻ്റെ വകുപ്പുകളാണ് ഫിഷറീസ്, യുവജനകാര്യം, ഹാർബർ എഞ്ചിനീയറിംഗ്, സാംസ്കാരികം, ഫിഷറീസ് സർവകലാശാല, പിന്നെ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തകരുടെ ക്ഷേമനിധി ബോർഡ്. അടുത്ത ആളാണ് ശ്രീമതി വീണ ജോർജ്. കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ആരോഗ്യം, വനിതാ ശിശു വികസനം. അപ്പോൾ അടുത്ത ചോദ്യമാണ് ഇത് 2022 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ആൻസർ വരുന്നത് ഖത്തറാണ്. 2022 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഖത്തറാണ്. അപ്പോൾ 2022 ഫിഫ വേൾഡ് കപ്പ് ഖത്തറിലാണ് നടന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബാക്കി വേദികളും കൂടി ഒന്ന് നോക്കാം. 2018 നടന്നത് എവിടെ വെച്ചിട്ടാണ്? റഷ്യയിൽ വെച്ചിട്ടാണ് 2018 നടന്നത്. 2022 നമുക്കറിയാം ഖത്തറിൽ വെച്ചിട്ടാണ് നടന്നത്. ഇനി 2026 നടക്കാൻ പോകുന്നത് നോർത്ത് അമേരിക്കയിലെ കാനഡ, മെക്സിക്കോ, പിന്നെ US എന്നീ രാജ്യങ്ങളിൽ വെച്ചിട്ടാണ്, എന്നീ സ്റ്റേറ്റ്സുകളിൽ വെച്ചിട്ടാണ് 2026 ഫിഫ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. എവിടേക്കാണ്? കാനഡ, മെക്സിക്കോ, US. പിന്നെ 2022 ഖത്തർ എന്ന് പറഞ്ഞു. 2018 നടന്നത് റഷ്യയാണ്. അടുത്ത ചോദ്യം, നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ ആരാണ് എന്നതാണ്. ആൻസർ വരുന്നത് സിറിയക് ജോസഫാണ്. നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ സിറിയക് ജോസഫാണ്. അപ്പം നമുക്ക് ഈ ലോകായുക്ത നിയമത്തെക്കുറിച്ചൊന്ന് പറയാം. കേരള ലോകായുക്ത നിയമം പാസ്സാക്കിയത് 1999 കേരള ലോകായുക്ത നിയമം പാസ്സാക്കിയതെന്നാണ് 1999. അടുത്ത പോയിന്റ്, കേരള ലോകായുക്ത നിയമം നിലവിൽ വന്നത്. കേരള ലോകായുക്ത നിയമം നിലവിൽ വന്നതെന്നാണ് 1998 നവംബർ 15. മുൻകാല പ്രാബല്യത്തോടെയാണ് നിലവിൽ വന്നത് കേട്ടോ. അപ്പോൾ കേരള ലോകായുക്ത നിയമം നിലവിൽ വന്നതെന്നാണ് 1998 നവംബർ 15 നിലവിൽ വന്നത്. അടുത്ത പോയിന്റ്, കേരളത്തിലെ ആദ്യത്തെ ലോകായുക്ത ആരാണെന്നാണ്. കേരളത്തിലെ ആദ്യത്തെ ലോകായുക്ത ആരാണ്? PC ബാലകൃഷ്ണ മേനോനാണ് കേരളത്തിലെ ആദ്യത്തെ ലോകായുക്ത. ഇനി ലോകായുക്തയായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത എന്താണ്? സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. എന്താണ് യോഗ്യത? സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം ലോകായുക്തയായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത. ഇനി ഉപലോകായുക്തയായി നിയമിക്കപ്പെടാനുള്ള യോഗ്യതയാണ് ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം. ഉപലോകായുക്തയായി നിയമിക്കപ്പെടാൻ എന്താണ്? ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം.
ഒന്നുകൂടെ ഒന്ന് പറയാം. കേരളത്തിലെ ലോകായുക്ത നിയമം പാസ്സാക്കിയത് 1999-ലാണ്. കേരള ലോകായുക്ത നിയമം നിലവിൽ വന്നത് 1998 നവംബർ 15-നാണ്. പിന്നെ കേരളത്തിലെ ആദ്യത്തെ ലോകായുക്ത ആരാണ്? PC ബാലകൃഷ്ണ മേനോനാണ്. കേരളത്തിലെ ആദ്യത്തെ ലോകായുക്ത PC ബാലകൃഷ്ണ മേനോനാണ്. അടുത്ത പോയിന്റ്, ലോകായുക്തയായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത എന്താണ്? സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം. ലോകായുക്തയായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത എന്താണ്? സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. പിന്നെ ലോകായുക്തയായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത ഉപലോകായുക്തയായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഉപലോകായുക്തയായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത എന്താണ്? ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം. അടുത്ത പോയിന്റ്, ലോകായുക്തയെ നിയമിക്കാനുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്നാണ്. ലോകായുക്തയെ നിയമിക്കാനുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ഒന്നാമത്തത് മുഖ്യമന്ത്രിയാണ് ചെയർപേഴ്സൺ ആയിരിക്കുക. മുഖ്യമന്ത്രിയാണ് ഒന്നാമത്തെ അംഗം. രണ്ടാമത്തെ അംഗം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. മൂന്നാമത്തെ അംഗം നിയമസഭാ സ്പീക്കർ. നാലാമത്തെ അംഗം ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചെയർമാനാണ്. അഞ്ചാമത്തെ അംഗം ഇരുസഭകളിലെയും പ്രതിപക്ഷ നേതാക്കൾ. അപ്പോൾ അംഗങ്ങൾ ഒന്നുകൂടെ പറയാം. എന്തിനത്തെ അംഗങ്ങളാണ്? ലോകായുക്തയെ നിയമിക്കാനുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് മുഖ്യമന്ത്രി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, നിയമസഭാ സ്പീക്കർ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചെയർമാൻ, ഇരുസഭകളിലെയും പ്രതിപക്ഷ നേതാക്കൾ. അടുത്ത പോയിന്റ്, ലോകായുക്തയെ നിയമിക്കുന്നത് ആരാണ്? ലോകായുക്തയെ നിയമിക്കുന്നത് ഗവർണറാണ്. പിന്നെ ലോകായുക്ത, ഉപലോകായുക്ത എന്നിവരുടെ കാലാവധി 5 വർഷമാണ്. ഉപലോകായുക്ത എന്നിവരുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. ഇനി ലോകായുക്ത വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. ലോകായുക്തയും ഉപലോകായുക്തയും രാജി സമർപ്പിക്കുന്നതും ഗവർണർക്കാണ്. ലോകായുക്ത, ഉപലോകായുക്ത എന്നിവർ രാജി സമർപ്പിക്കുന്നതും ഗവർണർക്കാണ്. റിപ്പോർട്ട് നൽകുന്നതും ഗവർണർക്കാണ്. ഇനി ലോകായുക്ത, ഉപലോകായുക്ത എന്നിവരെ നീക്കം ചെയ്യാനുള്ള അധികാരം സംസ്ഥാന നിയമസഭയ്ക്കാണ്. പിന്നെ ശ്രദ്ധിക്കണം, റിപ്പോർട്ടും ലോകായുക്തയുടെ ഉപലോകായുക്തയുടെ രാജിയും ഗവർണറാണ്. പക്ഷെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? സംസ്ഥാന നിയമസഭയ്ക്കാണുള്ളത്. ഇനി ലോകായുക്ത നിയമ ഭേദഗതി നിലവിൽ വന്നത് എന്നാണ്? 2022 ഫെബ്രുവരി 7-നാണ്. ലോകായുക്ത നിയമം ഭേദഗതി നിലവിൽ വന്നത് 2022 ഫെബ്രുവരി 7-നാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നോക്കി പഠിച്ച് സെറ്റായിരിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോയാൽ പിന്നീടൊന്നും നോക്കേണ്ട ആവശ്യം നമുക്ക് വരില്ല. ഇപ്പോൾ ക്ലാസ് കേൾക്കുമ്പോൾ ഒന്ന് നോട്ട്സൊക്കെ പറയുമ്പോൾ ഒന്ന് ചെറുതായിട്ട് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് ഷോർട്ട് നോട്ടായിട്ട് എഴുതിയെടുത്തിട്ട് മനസ്സിൽ പതിക്കണ വിധത്തിൽ ഒന്ന് സെറ്റാക്കിയാൽ പിന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യം വരില്ല. ഇതിൻ്റെ കൂടെ തന്നെ മുന്നോട്ട് പോയാൽ മതി. അപ്പോൾ ഇത്രയും നേരം ക്ഷമയോടെ കണ്ടു നിന്ന എല്ലാവർക്കും നന്ദി.